പറ്റില്ല. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ് അഖ്ലാഖ് 4ാമത്തെ പാഠമാണ്. ആദ്യം ചിന്ത, പിന്നെ സംസാരം. കൂട്ടിലടച്ചിരിക്കുന്ന ഒരു സിംഹത്തെ മനസ്സിൽ സങ്കൽപ്പിക്കൂ. മൃഗശാലയിൽ പോകുമ്പോൾ കൂട്ടുകാർ അതിനെ കണ്ടിരിക്കും. അത്യധികം അപകടകാരിയായതിനാൽ അതിനെ എത്രയോ ശക്തമായ കൂട്ടിലടച്ചിരിക്കുന്നത്. നമുക്ക് ശരീരത്തിൽ നാവിനെ ഒരു കൂട്ടിൽ അടച്ചിരിക്കുകയാണ്. കാരണം മനുഷ്യരെ അധികവും നരകത്തിൽ എത്തിക്കുന്നത് നാവാണ്. നാവുണ്ടാക്കുന്ന അപകടങ്ങൾ വളരെ വലുതാണ്. അതിനാൽ നാവിനെ നാം സൂക്ഷിച്ചേ പറ്റൂ. നബി സ്വല്ലല്ലാഹു പറയുന്നു, മൻ യളമൻ ലി മാ ബൈന ലഹിയൈഹി വമാ ബൈന റിജിലൈഹി അളമൻ ലഹുൽ ജന്ന. ബുഖാരി. ഏഷണി, പരദൂഷണം, ചീത്തപ്പറയൽ, ശപിക്കൽ, കളവ് പറയൽ, പരിഹസിക്കൽ മുതലായവ നാവിൻ്റെ ദോഷങ്ങളാണ്. 2 പരസ്പരം ചീത്ത പറയുക. ഒരാൾ മറ്റേയാളേക്കാൾ കൂടുതൽ പറയാതിരിക്കുകയും ചെയ്താൽ കുറ്റം തുടക്കക്കാരനാണെന്ന് നബി തങ്ങൾ പറഞ്ഞിരിക്കുന്നു. നരകത്തിൽ കൂടുതൽ സ്ത്രീകളെയാണ് നബി തങ്ങൾ കണ്ടത്. അതിനു പറഞ്ഞ ഒരു കാരണം അവർ ശാപം അധികരിപ്പിക്കുന്നവരാണ് എന്നായിരുന്നു. മറ്റുള്ളവരെ കളിയാക്കലും ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയലും തന്നെ. കേട്ടതെല്ലാം പറയുന്നത് ശരിയല്ല. അതിൽ കളവ് വന്നു ചേരാനിടയുണ്ട്. ഒന്ന് ചിന്തിക്കുക, അതിന് ശേഷം മാത്രം പറയുക. ആദ്യം ചിന്ത പിന്നെ സംസാരം. പാഠം എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. ഇനി പഠന പ്രവർത്തനങ്ങൾ നോക്കാം. ഉത്തരം കണ്ടെത്താം. കേട്ടതെല്ലാം പറയരുത്. എന്തുകൊണ്ട്? അതിൽ കളവ് വന്നു ചേരാൻ ഇടയുണ്ടോ? മനുഷ്യരെ അധികം നരകത്തിൽ എത്തിക്കുന്നത് എന്ത്? നാവ്. എന്തുകൊണ്ട്? നരകത്തിൽ കൂടുതൽ സ്ത്രീകളെ കണ്ടത്. 2 എന്തുകൊണ്ട് നരകത്തിൽ കൂടുതൽ സ്ത്രീകളെയായത്?